ഓക്കെ, കാണുന്നുണ്ടല്ലോ സ്ക്രീൻ. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിതിൽ സെക്ഷൻ 26 ആണ് നോക്കാൻ പോകുന്നത്. സെക്ഷൻ 26 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് പ്രൈമ ഫേഷി പാസസ് വിത്ത് പ്രോപ്പർട്ടി, അതാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? റിസ്ക് പ്രൈമ ഫേഷി പാസസ് വിത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് പ്രോപ്പർട്ടി പാസ് ചെയ്യുന്നത് ജനറലി സ്പീക്കിംഗ് പ്രോപ്പർട്ടി പാസ് ചെയ്യുന്ന സമയത്ത് റിസ്ക്കും പാസ്സാവും. അതാണ് ഇത് പറയുന്നത്. പ്രോപ്പർട്ടി പാസ് ചെയ്യുന്ന സമയത്ത് റിസ്ക്കും പാസ്സായി. പ്രോപ്പർട്ടി പാസ്സാകുക എന്നാണ് എന്താ? ഓണർഷിപ്പ്. അപ്പോൾ ഒരു സെല്ലറും ബയറും തമ്മിലൊരു അഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത് പ്രോപ്പർട്ടി പാസ്സായി, ഓണർഷിപ്പ് പാസ്സായിക്കുമ്പോൾ റിസ്ക്കും അങ്ങ് പാസ്സാവും. അപ്പോൾ ആരുടെ കയ്യിലാണ് ഓണർഷിപ്പ് ഉള്ളത്? ആ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് റിസ്ക് ഓഫ് ലോസ് ആണ്. അപ്പോൾ ആ ഗുഡ്സിന് എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ റിസ്ക് എന്ന് പറയുന്നത് ഇവരുടെ അടുത്തായിരിക്കും, ഓണറുടെ അടുത്തായിരിക്കും. അതാണ് ആ പറഞ്ഞു വരുന്നത്. ഓക്കെ, റിസ്ക് എന്ന് പറയുന്നത് റിസ്ക് ഓഫ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആരാണോ ഓണർ അയാളുടെ അടുത്താണ് റിസ്ക് ഓഫ് ലോസ് ഇരിക്കുന്നത്. ജനറലി സ്പീക്കിംഗ് അതാണ്. അൺലെസ് അതർവൈസ് അഗ്രീഡ്, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺലെസ് അതർവൈസ് അഗ്രീഡ്, വേറെ ഏതെങ്കിലും രീതിയിൽ അഗ്രി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗുഡ്സ് എപ്പോഴും റിമെയിൻ ചെയ്യുന്നത് സെല്ലറുടെ റിസ്ക് ആണ്. സെല്ലറുടെ റിസ്കിലാണ് ഗുഡ്സ് ഇരിക്കുന്നത്. അൺടിൽ ദ പ്രോപ്പർട്ടി therein is transferred to the buyer. പ്രോപ്പർട്ടി ബയറിന് മാറ്റുന്നത് വരെ ഗുഡ്സ് ഇരിക്കുന്നത് സെല്ലറുടെ റിസ്കിലാണ്. പക്ഷേ when the property therein is transferred to the buyer, the goods are at the buyer's risk whether delivery has been made or not. whether ഡെലിവറി ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തിയില്ല. അപ്പോൾ പ്രോപ്പർട്ടി മാറാത്തിടത്തോളം സമയം സെല്ലറുടെ റിസ്കിലാണ് പ്രോപ്പർട്ടി ഇരിക്കുന്നത്. ഗുഡ്സ് റിമെയിൻ ചെയ്ത സെല്ലർ റിസ്ക്. എപ്പോഴാണോ പ്രോപ്പർട്ടി ബയർക്ക് മാറ്റിയത് ആ നിമിഷം മുതൽ ഗുഡ്സ് ബയറിന്റെ റിസ്കിലായിരിക്കും. ഇനി ഡെലിവറി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തിയില്ല. പ്രോപ്പർട്ടി മാറ്റിയാൽ മതി, അതായത് ഓണർഷിപ്പ് മാറിയാൽ മതി. അതായത് ഇപ്പോൾ എയും ബിയും തമ്മിലൊരു കോൺട്രാക്ട്, ഗുഡ്സ് ഇങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ആണ്. പക്ഷേ പ്രോപ്പർട്ടി മാറ്റി, പ്രോപ്പർട്ടി ബിന്റെ അടുത്തേക്ക് മാറി, പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ടു ബി. പക്ഷെ ഗുഡ്സ് ഇപ്പോഴും ഇരിക്കുന്നത് എന്റെ അടുത്ത് ഗോഡൌണിൽ തന്നെയാണെങ്കിൽ ഇത് ഡെലിവർ ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന് പ്രസക്തിയില്ല. പ്രോപ്പർട്ടി ബിയിലേക്ക് മാറുമ്പോൾ റിസ്ക്കും അങ്ങ് കൂടെ പോകും. അപ്പൊ ഈ ഗുഡ്സ് ശരിക്കും ഇപ്പൊ ഇതിന്റെ ഓണർ ആരാ? ബി ആണ്. എന്റെ ഗോഡൌണിൽ ഇരുന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ റിസ്ക് ബിക്ക് തന്നെയാണ്, അത് ശ്രദ്ധിക്കണം. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും സെല്ലർക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ഉണ്ട്. അതായത് ഇവിടെ പറയുന്നുണ്ട് പ്രൊവൈഡഡ് ഓൾസോ ദാറ്റ് നത്തിങ് ഇൻ ദിസ് സെക്ഷൻ. അങ്ങനെ പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ആണ്, ഒരു പ്രൊവൈസ് ആണ്. ഓൾസോ ദാറ്റ് നത്തിങ് ഇൻ ദിസ് സെക്ഷൻ shall affect the duties or liabilities of either seller or buyer as a bailee of the goods of the other party. Okay. അപ്പോൾ അതായത് ഒരു ബെയിലിയുടെ ഒരു ഡ്യൂട്ടി ഉണ്ട്. ബെയിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിലിക്ക് എന്താണ് ഡ്യൂട്ടി? സെക്ഷൻ 151 നോക്കിയാൽ മതി. സെക്ഷൻ 151 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നോക്കിക്കഴിഞ്ഞാൽ ബെയിലിയുടെ ഡ്യൂട്ടീസ് കാണാൻ പറ്റും. അപ്പം ഒരു ബെയിലിക്കുള്ള ഡ്യൂട്ടീസ് ഇയാൾക്കും ഉണ്ടാവും. വേണമെങ്കിൽ ജസ്റ്റ് നോക്കാം. സെക്ഷൻ 151 ഓഫ് ICA. അതായത് കെയർ ടു ബി ടേക്കൺ ബൈ ബെയിലി. നമ്മളൊരു സാധനം ഒരാളെ ഏൽപ്പിക്കുകയാണ്, ആ ഒരു ഡ്യൂട്ടി എന്തായാലും സെല്ലർക്ക് എന്തായാലും ഉണ്ടാവും. In all cases of bailment, the bailee is bound to take as much care of the goods bailed to him as a mean of ordinary prudence would under similar circumstances take of his own goods the same bulk, value, quantity and value as the goods bailed. അപ്പം സെല്ലറിന്റെ ഗോഡൌണിലാണ് ഗുഡ്സ് ഇരിക്കുന്നതെങ്കിലും ഒരു ബെയിലി കൊടുക്കുന്നതായിട്ടുള്ള ഒരു കെയർ അയാൾ കൊടുക്കണം. അയാളുടെ അടുത്താണല്ലോ ഗുഡ്സ് ഇരിക്കുന്നത്. അപ്പൊ ഒരു ബെയിലിയുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഡിനറി പ്രൂഡൻസ്, സാധാരണ പ്രൂഡൻസ് ഉള്ള ഒരാള് അതേ സർക്കംസ്റ്റാൻസസിൽ, ഏത് സർക്കംസ്റ്റാൻസിലാണോ ഈ സെല്ലറിന്റെ അടുത്ത് ഗുഡ്സ് ഇരിക്കുന്നത് അതേ സിമിലർ സർക്കംസ്റ്റാൻസസിൽ അയാൾ സ്വന്തം ഗുഡ്സ് ആണെങ്കിൽ അയാൾ ഓഫ് ദ സെയിം ബൾക്ക്, ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ,
ഈ ഗുഡ്സ് ബെയിൽ ചെയ്തിരിക്കുന്ന ഗുഡ്സിന്റെ സെയിം ബൾക്ക് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വാല്യൂ ഉള്ള ഗുഡ്സ് അയാളുടെ സ്വന്തം ഗുഡ്സ് ആയിരുന്നു എങ്കിൽ ആ സിമിലർ സർക്കംസ്റ്റാൻസസിൽ ഒരു ഓർഡിനറി പ്രൂഡന്റ് മാൻ എടുക്കുന്ന ആ ഒരു കെയർ ഈ സെല്ലറും എടുക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു ബെയിലിയുടെ ഒരു ഡ്യൂട്ടി അയാൾ ചെയ്യണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഈ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. Provided that nothing shall affect the duties or liabilities of either cell as a bailey of the goods of the other property of the other party. അല്ലാതെ പ്രോപ്പർട്ടി മാറിക്കഴിഞ്ഞില്ലേ ഇനി എനിക്ക് എന്ത് വേണേൽ ചെയ്യാന്നുള്ളതല്ല. ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കെയർ അയാൾ കൊടുക്കണം, റീസണബിൾ ടൈമിന്റെ അകത്താണെന്നുണ്ടെങ്കിൽ. അതാണ് ഒരു പ്രൊവൈസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പ്രൊവൈസ് എന്താണ്? അപ്പൊ ആദ്യത്തേത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോപ്പർട്ടി മാറുന്നത് വരെ സെല്ലറിന്റെ റിസ്കിലാണ്. എപ്പോൾ പ്രോപ്പർട്ടി ബയറിലേക്ക് മാറിയോ അതിന്റെ റിസ്ക്കും കൂടെ ബയറിലേക്ക് മാറും, ഡെലിവറി ചെയ്താലും ചെയ്തില്ലെങ്കിലും. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊരു എക്സെപ്ഷൻ ആണ്. ഇതാണ് എക്സെപ്ഷൻ. ഫസ്റ്റ് എക്സെപ്ഷൻ, ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ചില എക്സെപ്ഷൻസ്, വേറെ ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് നോക്കാം. പ്രൊവൈഡഡ് ദാറ്റ്, ഇതിനാണ് പറയുന്നത് ഡിലേ ഇൻ ഡെലിവറി. അതായത് ഇപ്പൊ ഇതേ കേസ് തന്നെ എടുക്കുക. പ്രോപ്പർട്ടി പാസ്സായി. പ്രോപ്പർട്ടി പാസ്സാകുമ്പോൾ എന്താ? ഇപ്പൊ റിസ്ക് ബിന്റെ അടുത്താണ്. ഇനി എന്തെങ്കിലും കാരണവശാല് ഇപ്പം ഗുഡ്സ് എവിടെയായിരിക്കുന്നത്? എന്റെ അടുത്താണ്, എന്റെ ഗോഡൗണിലാണ് ഇരിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു കാരണവശാല് എന്റെ എന്തെങ്കിലും ഒരു കാരണവശാൽ ആ ഗുഡ്സിന്റെ ഡെലിവറി ഡിലേ ആവുകയെന്ന് വെക്കുക. വേർ ഡെലിവറി ഹാസ് ബീൻ ഡിലേഡ് ത്രൂ ദ ഫോൾട്ട് ഓഫ്, നമുക്ക് തൽക്കാലം സെല്ലർ എടുക്കാം, ത്രൂ ദ ഫോൾട്ട് ഓഫ് സെല്ലർ. സെല്ലറിന്റെ അടുത്ത് ഗോഡൗണിൽ ഗുഡ്സ് ഇരിക്കുക, പക്ഷെ സെല്ലറിന്റെ എന്തോ ഒരു ഫോൾട്ട് കാരണം ഈ ഡെലിവറി ഡിലേ ആയി. അപ്പൊ വൺസ് ഈ പ്രോപ്പർട്ടി മാറിക്കഴിയുമ്പോൾ ബിന്റെ അടുത്തേക്ക് ഓണർഷിപ്പ് മാറി, റിസ്ക്കും ബിന്റെ അടുത്താണ്. അപ്പൊ ബി എന്താ ശ്രമിക്കുക? എത്രയും പെട്ടെന്ന് ആ ഗുഡ്സ് എന്റെ ഗോഡൗണിൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കും. കാരണം ഗുഡ്സ് ഇരിക്കുന്നത് എന്റെ ഗോഡൗണിലാണെങ്കിലും അതിന്റെ ലോസിന്റെ റിസ്ക് ഇരിക്കുന്നത് ബിന്റെ അടുത്താണ്. അപ്പൊ അയാൾ എത്രയും പെട്ടെന്ന് എടുക്കാൻ നോക്കും. അപ്പൊ എന്റെ എന്തെങ്കിലും ഒരു കാരണം, ഫോൾട്ട് കാരണം ഡെലിവർ ചെയ്യുന്നില്ല, ഡെലിവറിയിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ ദ ഗുഡ്സ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് ദ പാർട്ടി ഇൻ ഫോൾട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കേസിൽ, ഇതൊരു എക്സെപ്ഷൻ ആണത്, അങ്ങനത്തെ ഒരു കേസിൽ ആ ഗുഡ്സ് ആരുടെ റിസ്കിലാണ്? പാർട്ടി ഇൻ ഫോൾട്ട്. ഏത് പാർട്ടിയാണോ ഫോൾട്ട് ചെയ്യുന്നത് ആ പാർട്ടിയുടെ റിസ്കിലാണ്. ആസ് റിഗാർഡ്സ് എനി ലോസ് വിച്ച് മൈറ്റ് നോട്ട് ഹാവ് ഒക്കേർഡ് ബട്ട് ഫോർ സച്ച് ഫോൾട്ട്. അതായത് മൈറ്റ് നോട്ട് ഹാവ് ഒക്കേർഡ് ബട്ട് ഫോർ സച്ച് ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫോൾട്ട് ഇല്ലായിരുന്നു എങ്കിൽ അങ്ങനത്തെ ഒരു നഷ്ടം, അങ്ങനത്തെ ഒരു ലോസ് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടിയാണോ ഫോൾട്ട് ചെയ്തത് ആ ഫോൾട്ട് ചെയ്ത പാർട്ടിയുടെ റിസ്കിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. കാരണം അയാൾ അങ്ങനെ ഒരു ഫോൾട്ട് ചെയ്തത് കൊണ്ടാണ്, ആ പാർട്ടി അങ്ങനെ ഒരു ഫോൾട്ട് ചെയ്തത് കൊണ്ടാണ്, ആ പാർട്ടി അങ്ങനെ ഒരു ഫോൾട്ട് ചെയ്തില്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാവില്ലായിരുന്നു. അതാണ് ആ കേസ്. ഇതില് ഇപ്പൊ നമ്മളിവിടെ സെല്ലറിനെ എടുക്കുകയാണെങ്കിൽ സെല്ലർ അങ്ങനെ ഒരു ഫോൾട്ട് ചെയ്തില്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനത്തെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ആ റിസ്ക്, ഗുഡ്സ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് സെല്ലർ എന്ന് പറയാം. അപ്പം ആരാണോ ഫോൾട്ട് ചെയ്യുന്നത്, ഇപ്പൊ ഒരു ഡിലേ ഇൻ ഡെലിവറി വരികയാണ്, ആരുടെ ഭാഗത്തുള്ള ഫോൾട്ട് കൊണ്ടാണ് ആ ഡിലേ ഇൻ ഡെലിവറി വന്നത്, അയാൾ അങ്ങനെ ഒരു ഫോൾട്ട് ചെയ്തില്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു നഷ്ടം, അങ്ങനെ ഒരു ലോസ് ഉണ്ടാവില്ലായിരുന്നു എങ്കിൽ ആരാണോ ആ ഫോൾട്ട് അങ്ങനത്തെ ഫോൾട്ട് ചെയ്തത് ആ ഫോൾട്ട് ചെയ്ത പാർട്ടിയുടെ റിസ്കിലായിരിക്കും ഗുഡ്സ് ഇരിക്കുന്നത്. അത് ബയർ ആയാലും ശരി സെല്ലർ ആയാലും ശരി. ഇത് ഡിലേ ഇൻ ഡെലിവറി കേസിൽ വരുന്ന ഒരു എക്സെപ്ഷൻ ആണ്. മനസ്സിലായോ? അത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതായത് ആ ഒരു ഫോൾട്ട് കാരണമാണ് ലോസ് ഉണ്ടായത്. ആ ഒരു ഫോൾട്ട് ഇല്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ലോസ് ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ആരാണോ ആ ഫോൾട്ട് ചെയ്തത് ആ ഫോൾട്ട് ചെയ്ത അയാളുടെ റിസ്ക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓണർഷിപ്പ് ആരെടുത്താന്നുള്ളതിന് പ്രസക്തിയില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എ ബിന്റെ അടുത്ത് ഗുഡ്സ് സെല് ചെയ്തു, ഓണർഷിപ്പ് മാറ്റി. അപ്പൊ റിസ്ക് ആരെടുത്താ? ബിന്റെ അടുത്താണ്. ഗുഡ്സ് എവിടെയായിരിക്കുന്നത്? എന്റെ അടുത്താണ്. പക്ഷെ എ തന്നെ എന്തെങ്കിലും ഒരു കാരണവശാൽ ഇത് ഡെലിവർ ചെയ്യുന്നില്ല. ഡെലിവർ ചെയ്യാതെ ഇന്ന് ഡെലിവറി ചെയ്യാൻ പറയുമ്പോൾ ഞാൻ നാളെ ചെയ്യാന്ന് പറയാം, നാളെ പറയാം മറ്റന്നാൾ ചെയ്യാം. അയാൾ ഇങ്ങനെ ഡിലേ ചെയ്യുക. പെട്ടെന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു തീ പിടിച്ചിട്ട് എന്റെ ഗോഡൌണിൽ ഗുഡ്സ് എല്ലാം കൂടെ പോയി. അപ്പൊ എന്താ പറയാ? പ്രോപ്പർ റിസ്ക് പാസസ് വിത്ത് പ്രോപ്പർട്ടി സെക്ഷൻ 26. പ്രോപ്പർട്ടി ഞാൻ പാസ് ചെയ്തപ്പോൾ റിസ്ക്കും പോയിട്ടുണ്ട്,
അപ്പം ഇത് ഗുഡ്സ് എൻ്റെ ഗോഡൗണിലാണ് ഇരിക്കുന്നതെങ്കിലും അതിൻ്റെ പ്രോപ്പർട്ടി അയാളുടെ അടുത്തായതുകൊണ്ട് റിസ്ക് ഓഫ് ലോസ് അയാളുടെ അടുത്താണ്. അപ്പോൾ എനിക്ക് ഇതിന് നഷ്ടം നികത്താൻ പറ്റില്ല. അപ്പോൾ ബി എന്ത് പറയണം? ഹി ഹാസ് ഡിലേഡ്, സെല്ലർ ഹാസ് ഡിലേഡ് ഇറ്റ്. ഓക്കെ, അയാളിത് ഡിലേ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പിറ്റേ ദിവസം തന്നെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അയാളിത് ഡിലേ ചെയ്ത കാരണമാണ് എനിക്ക് പിറ്റേ ദിവസം എടുത്തുകൊണ്ട് പോകാൻ പറ്റാതിരുന്നത്. ഇതിപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടാണ് തീ പിടിച്ചത്. അപ്പം if seller had not done that fault, this loss would not have occurred to me. അപ്പം അയാളാണ് ആ ഫോൾട്ട് ചെയ്തത്. So seller has done the fault. So the goods should be at the risk, the loss should be at the risk of loss should be borne by the seller. അപ്പോൾ സെല്ലർ തന്നെ അതിന്റെ ലോസ് ബെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് പറഞ്ഞത്. ഇതിപ്പം ആക്ടിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ 1-2 കേസ് ലോസ് കൂടെ നോക്കണം. ഇപ്പൊ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇത് അവതാർ സിംഗിന്റെ ടെക്സ്റ്റാണ്. ഇതിനകത്ത് ട്രാൻസ്ഫർ ഓഫ് റിസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, സെക്ഷൻ 26. ഓക്കെ, റിസ്ക് ആൻഡ് പ്രോപ്പർട്ടി ഗോ ടുഗദർ. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ബേസിക് പ്രിൻസിപ്പിൾ, ജനറൽ പ്രിൻസിപ്പിൾ എന്താണ്? ജനറൽ പ്രിൻസിപ്പിൾ ഈസ് റിസ്ക് പ്രൈമ ഫേഷി പാസസ് വിത്ത് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി പാസ് ചെയ്യുമ്പോൾ റിസ്ക്കും കൂടെ പാസ് ആവും. ഓക്കെ, ഇനി അതായത് the goods are at the risk of the party in whom the property is. അതായത് ഗുഡ്സ് ആരെടുത്താണ്? ഗുഡ്സ് ആർ at the risk of the party in whom the property is. ആരെടുത്താണോ പ്രോപ്പർട്ടി അയാളെടുത്താണ് റിസ്ക്. അതാണ് ഇതിന്റെ അർത്ഥം. റിസ്ക് പ്രൈമ ഫേഷി പാസസ് വിത്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ അർത്ഥം. The section reads, ഇത് സെക്ഷൻ നമ്മൾ റീഡ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ആദ്യം എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസ്ക് ആൻഡ് പ്രോപ്പർട്ടി ഗോ ടുഗദർ എന്നുള്ളതിനൊരു കേസിൽ വരണം. അപ്പം വി ക്യാൻ ഷോ ദാറ്റ് ദ പ്രോപ്പർട്ടി പാസ്ഡ്, ദ റിസ്ക് ഓഫ് ലോസ് പ്രൈമ ഫേഷ്യ ഈസ് ഇൻ ദ പേഴ്സൺ ഇൻ ഹും ദ പ്രോപ്പർട്ടി. അപ്പൊ പ്രോപ്പർട്ടി പാസ് ചെയ്യുന്ന സമയത്ത് ആരെടുത്താണോ പ്രോപ്പർട്ടി അയാളെടുത്ത് തന്നെയാണ് റിസ്ക് ഓഫ് ലോസ് പ്രൈമ ഫേഷ്യ. അതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ കേസിലോ എഴുതുക. കേസിലോ എഴുതേണ്ടത് സ്റ്റേൺസ് ലിമിറ്റഡ് വേഴ്സസ് വിക്കേഴ്സ്. ഇതിലെന്താണ് സംഭവിച്ചത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു 2 ലക്ഷം ഗാലൻസ് ഉള്ള, ഗാലൻസ് വൈറ്റ് സ്പിരിറ്റാണ്, വൈറ്റ് സ്പിരിറ്റിൽ 2 ലക്ഷം ഗാലൻസ് ഉള്ള ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിൽ നിന്ന് 1,20,000 ഗാലൻസിന്റെ വൈറ്റ് സ്പിരിറ്റിന്റെ സെയിലാണ് നടന്നത്. ഒരു സെയിൽ നടന്നു. 2 ലക്ഷം ഗാലൻസ് ഉള്ള ഒരു ടാങ്കിലെ വൈറ്റ് സ്പിരിറ്റിൽ നിന്ന് 1,20,000 1,20,000 ഗാലൻസ് വൈറ്റ് സ്പിരിറ്റിന്റെ സെയിൽ നടന്നു. പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ടത് ടാങ്ക് ബിലോങ്സ് ടു എ തേർഡ് പാർട്ടി. ടാങ്ക് ഒരു തേർഡ് പാർട്ടിക്കാണ്, ഈ സെല്ലറിനും ബയറിനും അല്ല, ഒരു തേർഡ് പാർട്ടിക്ക് ബിലോങ് ചെയ്യുന്നതാണ്. സെയിൽ നടന്നല്ലോ. സെയിൽ നടക്കുമ്പോൾ എന്താ നമുക്കറിയാം? സെയിൽ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ്. ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി. അപ്പം ഇപ്പൊ ആരെടുത്താണ്? ഇപ്പൊ ഈ 1,20,000 ഗാലൻസ് ഓഫ് വൈറ്റ് സ്പിരിറ്റിന്റെ പ്രോപ്പർട്ടി ആരെടുത്താണ്? ബയറിന്റെ അടുത്താണ്. പ്രോപ്പർട്ടി ബയറിന്റെ അടുത്താണ്. അതായത് ഓണർഷിപ്പ് ബയറിന്റെ അടുത്താണ്. അപ്പൊ റിസ്ക് ആരെടുത്ത? ബയറിന്റെ അടുത്താണ്. ഇനി നോക്കാം. എ ഡെലിവറി വാറന്റ് വാസ് ഗിവൺ ടു ദ ബയർ. അപ്പൊ ഒരു ഡെലിവറി വാറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വാറന്റ് വെച്ചിട്ട് അയാൾക്ക് ഡെലിവറി എടുത്തുകൊണ്ട് പോകണം, സ്പിരിറ്റ് എടുത്തുകൊണ്ട് പോകണം. വാസ് ഗിവൺ ടു ദ ബയർ ആൻഡ് ഇറ്റ് വാസ് ആക്സെപ്റ്റഡ് ബൈ ദ ഓണർ ഓഫ് ദ ടാങ്ക്. അത് ടാങ്കിന്റെ ഓണറേയും കാണിച്ചു, ടാങ്കിന്റെ ഓണറും സമ്മതിച്ചു. പക്ഷേ ബയർ ഡിഡ് നോട്ട് ടേക്ക് ഡെലിവറി. ബയർ ഡെലിവറി എടുക്കുന്നില്ല സ്പിരിറ്റിന്റെ, കുറച്ച് മാസങ്ങളായിട്ട് എടുക്കുന്നില്ല. കാരണം അയാൾക്ക് എന്തോ ഒരു കൺവീനിയൻസ്, അയാളുടെ തന്നെ എന്തോ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അയാൾ അത് എടുക്കുന്നില്ല. സ്പിരിറ്റ് ഡിറ്റീരിയോറേറ്റ് ചെയ്തു, സ്പിരിറ്റ് മുഴുവൻ നാശമായി പോയി. ലോസ് ആരെടുത്ത? ഫെൽ അപ്പോൺ ദ ബയർ. 2 കാരണങ്ങൾ കൊണ്ട്. ഫസ്റ്റ് എന്താ? റിസ്ക് പ്രൈമ ഫേഷി പാസസ് വിത്ത് പ്രോപ്പർട്ടി. ഓക്കെ, പ്രോപ്പർട്ടി പാസ്സാവും തോറും പ്രോപ്പർട്ടി പാസ്സാവുമ്പോൾ റിസ്ക്കും അതിന്റെ കൂടെ പാസ്സാവും. അപ്പൊ ഇവിടെ പ്രോപ്പർട്ടി ആരെടുത്താണ്? ബയറിന്റെ അടുത്ത്. അതാണ് ബോത്ത്, 2 കാരണങ്ങളുണ്ട്. ബിക്കോസ് ദ പ്രോപ്പർട്ടി ഹാസ് പാസ് ബൈ അറ്റോൺമെന്റ്. അറ്റോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അതിന്റെ ഓണർ മാറുന്നതിനാണ് അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ. ലീഗലായിട്ട് ഓണർ മാറുക. അപ്പൊ ഇത് ഈ സെയിൽ നടന്ന സമയത്ത് ആ 1,20,000 സ്പിരിറ്റിന്റെ ഓണർഷിപ്പ് ബയറിന്റെ അടുത്തേക്ക് മാറി. ആദ്യം ഓണറിന്റെ അടുത്തായിരുന്നു, സെയിൽ നടന്നപ്പോൾ അത് ബയറിന്റെ അടുത്തേക്ക് മാറി. അപ്പം ഇത് ബയറിന്റെ അടുത്തേക്ക് മാറിയ പ്രോപ്പർട്ടി മാറിയത് കൊണ്ട്, പ്രോപ്പർട്ടി ഹാഡ് പാസ് ബൈ അറ്റോൺമെന്റ്, അതുകൊണ്ട് ലോസ് ബയറിന്റെയാണ്. കാരണം റിസ്ക് പ്രൈമ ഫേഷി പാസസ് വിത്ത് പ്രോപ്പർട്ടി. ഇനി അതല്ലാതെ കാരണമെങ്കിൽ തന്നെ
അതല്ല കാരണമെങ്കിൽ തന്നെ എന്നല്ല, അത് കൂടാതെ വേറൊരു കാരണം കൂടെ ഉണ്ട്. ആൻഡ് ഈവൻ ഇഫ് ഇറ്റ് ഹാഡ് നോട്ട്, ഇനി അങ്ങനെ ഒന്ന് ആർഗ്യൂ ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ തന്നെ ദ ബയർ ഡിലേ ടേക്കിംഗ് ഡെലിവറി. അപ്പൊ നമ്മളുടെ ആക്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിലും അവിടെ ഉണ്ട്. രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ കേസ് കാരണം റിസ്ക് പ്രൈമ ഫേഷി പാസസ് വിത്ത് പ്രോപ്പർട്ടി. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒരു റീസൺ ആണ്. അതായത് ഡെലിവറി ആരവിടെ ഡിലേ ചെയ്ത്? ബയറാണ്. അപ്പോൾ ബയറിന്റെ ഫോൾട്ട് കാരണം ഏത് പാർട്ടിയാണോ ഫോൾട്ട് ചെയ്തത് ആ പാർട്ടിയുടെ ഫോൾട്ട്, ആ പാർട്ടി അങ്ങനെ ഒരു ഫോൾട്ട് ചെയ്തില്ലായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു ലോസ് ഉണ്ടാവില്ലായിരുന്നു എന്നാണ് അവസ്ഥയെങ്കിൽ ആ പാർട്ടിക്കാണ് റിസ്ക്. ഇവിടെ ആ ബയർ ആ സാധനം എടുത്തുകൊണ്ട് പോവാതിരുന്നത് കൊണ്ടാണ് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് പോയത്. അപ്പൊ ഇവിടെ ബയറിന്റെ ലോസിലാണ്, റിസ്ക് ബയറിന്റെ അടുത്താണ്. അപ്പൊ അതിന്റെ ലോസ് എന്നുള്ളത് ബയർ ബെയർ ചെയ്യേണ്ടി വരും. ഇനി അടുത്ത് ഒരു കേസും കൂടെ ഉണ്ട് ഇതിനകത്ത്, അത് 44, അതായത് മാർവർ ടെന്റ് ഫാക്ടറി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മാർവർ ടെന്റ് ഫാക്ടറി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആ കേസാണ് ഇത്. ആ കേസാണ് താഴെ കണ്ടത്. വേർ ഇൻ അക്കോർഡൻസ്, ഇത് 1500 ടെന്റിന്റെ ഒരു കേസാണ്. 1500 ടെന്റ് ഡിസ്പാച്ച് ചെയ്യേണ്ട ഒരു കേസ് ബൈ റെയിൽവേസ്. FOR, ഫ്രീ ഓൺ റെയിൽ. FOR എന്ന് പറയുന്ന ഒരു കോൺട്രാക്ട് ആട്ടോ. FOR എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ റെയിൽ കോൺട്രാക്ട് എന്ന് പറയും. ഫ്രീ ഓൺ റെയിൽ. അപ്പൊ അങ്ങനെ were dispatched by railways free on rail were in accordance with the contract. 1500 ടെന്റ്, 1500 ടെന്റിന്റെ കോൺട്രാക്ട് ആണ്. അത് ഡിസ്പാച്ച് ചെയ്തു. ഈ 1500 ടെന്റും ഡിസ്പാച്ച് ചെയ്തു റെയിൽവേയിലൂടെ ഫ്രീ ഓൺ റെയിൽ. ഇനി ഫ്രീ ഓൺ റെയിൽ അറ്റ് ദ പ്ലേസ് ഓഫ് ഡിസ്പാച്ച്. ഇപ്പോൾ സപ്പോസ് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കാലിക്കറ്റിലേക്ക് അയക്കുക, ഡിസ്പാച്ച് ചെയ്യുന്ന ട്രിവാൻഡ്രത്ത് നിന്ന് നിൽക്കുക. അപ്പോൾ FOR എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ റെയിൽ. FOR ട്രിവാൻഡ്രം എന്നാ പറയാ. FOR ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് തമ്പാനൂര് കൊണ്ടുപോയി ആ റെയിൽവേ റെയിൽവേയിലേക്ക് ഇത് കയറ്റിയാൽ മതി കൊടുത്ത്, ഫ്രീ ഓൺ റെയിൽ. അപ്പം പ്രോപ്പർട്ടി പാസ്സാകും. അതാണ് ഈ ഫ്രീ ഓൺ റെയിൽ കോൺട്രാക്ട് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അത് ഞാൻ പറഞ്ഞത് മനസ്സിലായാലൊന്നും. അതായത് ഇപ്പം ട്രിവാൻഡ്രത്ത് നിന്ന് കാലിക്കറ്റിലേക്ക് ഗുഡ്സ് അയക്കുകയാണ്. അപ്പോൾ കോൺട്രാക്ടിന്റെ ടേംസ് FOR ആണെന്നാണ് പറഞ്ഞത് എങ്കിൽ ഫ്രീ ഓൺ റെയിൽ. ഓക്കെ, സപ്പോസ് ഒരു ഗുഡ്സ് അയക്കുകയാണ് വെച്ചോ, എന്തെങ്കിലും ഒരു ഗുഡ് കാർ അയക്കുകയാണ്, കാറ് ഇങ്ങോട്ടേക്ക് കോഴിക്കോട്ടേക്ക് അയക്കുകയാണ്. അപ്പം ഇത് ഇവിടെ ബയർ ഇവിടെയാണ്, സോറി സെല്ലർ ഇവിടെയാണ്, ഇവിടെ ബയർ ആണ്. അപ്പൊ ഫ്രീ ഓഫ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലർ എന്ത് ചെയ്യും? ഈ കാറ് കൊണ്ടുവന്നിട്ട് ഇവിടെ ട്രെയിൻ, ഈ ട്രെയിനിന്റെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ, ഈ ട്രെയിനിന്റെ മുകളിലേക്ക് കാർ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിന്റെ മുകളിൽ ഗുഡ്സ് വണ്ടി, ഗുഡ്സ് ട്രെയിൻ, ആ ഗുഡ്സ് ട്രെയിനിലേക്ക് കാർ ലോഡ് ചെയ്യാണ്. ഇത് ട്രിവാൻഡ്രമാണ് റെയിൽവേ സ്റ്റേഷൻ. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ഈ ഗുഡ്സിന്റെ മുകളിലേക്ക് ഈ കാർ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പർട്ടി ബയർക്ക് ട്രാൻസ്ഫർ ആവും. പ്രോപ്പർട്ടി ഗോട്ട് ട്രാൻസ്ഫേർഡ് ടു ദ buyer. Okay. അങ്ങനെയാണ് സംഭവം. അതാണ് ഈ ഫ്രീ FOR കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അതാണ് ഫ്രീ ഓൺ റെയിൽ. അപ്പം ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും സംഭവിക്കുകയാണ്, നമ്മൾ ഗുഡ്സ് കയറ്റിയിട്ട് ശരിക്ക് കയറ്റിയാലല്ല, അതങ്ങ് ലീവ് ചെയ്യണം എന്നും കൂടെ പറയാം. അതായത് റെയിലിൽ നിന്ന് അങ്ങ് ലീവ് ചെയ്യണം, മനസ്സിലായില്ലേ? റെയിലിൽ നിന്ന് അങ്ങ് ലീവ് ചെയ്യുക. ഇപ്പൊ ട്രെയിൻ തമ്പാനൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇനി ബയറിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, സെല്ലറിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇത് ട്രെയിൻ ഇവിടുന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി ഇതെല്ലാം കൂടെ മറിഞ്ഞു വീണ് എല്ലാം കൂടെ നാശമായി കഴിഞ്ഞാലും റിസ്ക് മുഴുവൻ ബയർക്കാണ്. സെല്ലർ ഒന്നും അറിയണ്ട. പക്ഷെ ഓഫ് കോഴ്സ് അതിന് ഇൻഷുറൻസും അതും ഇതൊക്കെ വേറെ പലതും ഉണ്ടാവും. പക്ഷെ എനിവേ സെല്ലർ ഈസ് ഫ്രീ ഫ്രം ഓൾ ലയബിലിറ്റീസ് വൺസ് ഇറ്റ് ലീവ്സ് ദ പ്ലാറ്റ്ഫോം. അങ്ങനെ ഇതിൻ്റെ അകത്ത് ശരിക്കും പറയുന്നത് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇവരെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ, ആ റെയിൽവേ കാരിയറിനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ സെല്ലറിന്റെ അടുത്തുനിന്ന് പ്രോപ്പർട്ടി വയറിലേക്ക് ട്രാൻസ്ഫർ ആവും. അതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഫ്രീ ഓൺ റെയിൽ അറ്റ് ദ പ്ലേസ് ഓഫ് ഡിസ്പാച്ച്, അത് മനസ്സിലാക്കണം. അപ്പോൾ
ഇനി ആൻഡ് ദ പ്രോപ്പർട്ടി thereby have passed to the buyer. അത് മനസ്സിലായല്ലോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അതാണ് ഞാൻ ഇപ്പൊ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. മനസ്സിലായില്ലേ? were dispatched by the railways at the place of dispatch and the property thereby passed to the buyer. അപ്പോൾ ബയറിലേക്ക് മാറി കഴിഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സുപ്രീം കോർട്ട് റിക്വയർഡ്. സുപ്രീം കോർട്ട് എന്താ പറഞ്ഞ, ഗവൺമെന്റ് ബയർ, ഇവിടെ ബയർ ഗവൺമെന്റ് ആയിരുന്നു, ഗവൺമെന്റിനോട് to pay the price for the full load in spite of the fact that the railways delivered 224 tons short to the buyer. The risk of loss was on the buyer. ഈ കേസ് എഴുതിക്കൊണ്ടു. എന്താണ് അതിന്റെ പേര്? മാർബർ ടെന്റ് ഫാക്ടറി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഇവിടെ ബയർ ഗവൺമെന്റ് ആയിരുന്നു. അപ്പം ബയറിന്റെ അടുത്ത് എത്തിയപ്പോൾ 1500 ടെന്റ് ഇല്ല, 224 ഷോർട്ടായിരുന്നു, കുറവായിരുന്നു. പക്ഷെ സുപ്രീം കോർട്ട് പറഞ്ഞു നിങ്ങൾ ഫുൾ പ്രൈസ് പേ ചെയ്യണം. ടു പേ ദ പ്രൈസ് ഫോർ ഫുൾ ലോഡ്, ഫുൾ 1500 ടെന്റിന്റെ പൈസ കൊടുക്കണം. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് റെയിൽവേസ് ഡെലിവേർഡ് ടു. അതായത് ഇത് അവിടുന്ന് വിട്ടതിന് ശേഷം എന്തെങ്കിലും ലോസ് വന്നതിനൊന്നും സെല്ലറിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. ദ റിസ്ക് ഓഫ് ലോസ് വാസ് ഓൺ ദ ബയർ. അപ്പൊ ബയർ തന്നെ സഹിക്കണം. അതാണ് അത് ആ FOR കോൺട്രാക്ടിന്റെ ഒരു ലീഗൽ ഇൻസിഡന്റ് ആണ്. അതിന്റെ കോൺട്രാക്ടിന്റെ ടേംസ് തന്നെ അങ്ങനെയാണ്. ഓക്കെ, രണ്ട് കേസസ് ആയല്ലോ, മാർബർ ടെൻ ഫാക്ടറി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയും ടേൺസ് ലിമിറ്റഡ് വേഴ്സസ് വിക്കേഴ്സ് ലിമിറ്റഡ്. ഇത് എന്തിനുള്ള, നമ്മളിപ്പോ ഏതിനെ പറ്റിയാ പറഞ്ഞ, ബയർ റിസ്ക് പ്രൈമ ഫേഷി പാസസ് വിത്ത് പ്രോപ്പർട്ടിയും പറഞ്ഞു. പിന്നെ ആ സ്പിരിറ്റിന്റെ കേസസിൽ ഡെലിവറി ഹാസ് ബീൻ ഡിലേഡ്. ഇത് രണ്ടും കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഈ കേസിൽ ശരിക്കും ഇവിടെ ഡെലിവറി ഡിലേ ആയിട്ടുള്ള കേസ് എടുത്തിട്ടില്ലെങ്കിൽ തന്നെ പ്രോപ്പർട്ടി പാസ്സായി എന്നുള്ളത് തന്നെ ഉണ്ടല്ലോ. സ്പിരിറ്റ് സെയിൽ നടന്നു, സ്പിരിറ്റിന്റെ സെയിൽ നടന്നിട്ട് സെല്ലറിന്റെ ഗോഡൌണിൽ ഇരുന്നിട്ടാണ് അത് ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനി എക്സെപ്ഷൻസ്, അപ്പൊ വേണമെങ്കിൽ ഇതിനെ എക്സെപ്ഷൻസ് ആയിട്ട് എടുക്കണം എന്നില്ല, അത് ജനറൽ ആയിട്ട് എടുക്കണം. ജനറലി എന്താ പറയുന്നത്, റിസ്ക് ഓൾവേസ് പാസസ് വിത്ത് പ്രോപ്പർട്ടി. അതായത് റിസ്ക് പ്രോപ്പർട്ടി മാറുമ്പോൾ റിസ്ക് മാറും. അതിനുള്ള രണ്ട് കേസ് ലോസ്, ഇതും രണ്ടും അതിനുള്ള കേസ് ലോസ് ആണ്. അതായത് ഇവിടെ സ്പിരിറ്റിന്റെ പ്രോപ്പർട്ടി മാറി, റിസ്ക്കും ബയറിലേക്ക് മാറി. ഇവിടെ എന്താ സംഭവിച്ചത്, ഇത് ഫ്രീ റെയിൽവേന്റെ ഗുഡ്സ് ട്രെയിനിലേക്ക് വണ്ടി ഇത് സാധനം കയറ്റി, ഗുഡ്സ് കയറ്റി 1500 ടെന്റ്, എന്നിട്ട് വഴിക്കുന്ന എവിടുന്നോ മിസ്സായതാണ്. അപ്പോൾ അത് കയറ്റി കഴിയുമ്പോൾ ബയറിന്റെ അടുത്തേക്ക് ഓണർഷിപ്പ് മാറും. ഇനി ബയറിനെ സെല്ലറിനെ ലയബിൾ ആക്കാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള കേസാണ്. ഇനി നമുക്ക് എക്സെപ്ഷൻസ് നോക്കാം. ജനറലി എന്താ പറയുന്നത്, ജനറലി പറയുന്നത് റിസ്ക്കും പ്രോപ്പർട്ടിയും, പ്രോപ്പർട്ടി പാസ് ചെയ്യുമ്പോൾ റിസ്ക്കും പോകും. അതായത് പ്രോപ്പർട്ടി പാസ് ചെയ്യുമ്പോൾ റിസ്ക്കും പാസ്സാവും. അതായത് റിസ്ക്കും പ്രോപ്പർട്ടിയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പക്ഷെ there are exceptions. They are not inseparable. അതായത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതല്ല. So there are some exceptions. അതായത് ചില എക്സെപ്ഷൻ കേസസിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പ്രോപ്പർട്ടി പാസ്സായാലും റിസ്ക് പാസ്സായി ഉണ്ടാവില്ല. പിന്നെ 3 എക്സെപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഡിലേ ഇൻ ഡെലിവറി. ഓക്കെ, രണ്ടാമത്തത് ട്രേഡ് അല്ലെങ്കിൽ കസ്റ്റം. ഓക്കെ, അതാണ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത്തെ ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ്. കാരണം അത് കോൺട്രാക്റ്റിൽ ആ സെക്ഷനിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഡിലേ ഇൻ ഡെലിവറി ഓൾറെഡി എക്സെപ്ഷനിൽ പറഞ്ഞതാണ്. ബൈ എക്സ്പ്രസ് എഗ്രിമെന്റ് എവിടുന്ന വരുന്നത്, അത് ആക്ട് എടുത്തു കഴിഞ്ഞാൽ എവിടുന്ന് വരും, അതിൻ്റെ അകത്തൊരു ക്ലോസ് പറയുന്നുണ്ട്, ഇതാണ്ടോ, അൺലെസ് അതർവൈസ് എഗ്രീഡ്. അപ്പോൾ നമുക്ക് ഈ ബയറിനും സെല്ലറിനും കൂടെ വേണമെങ്കിൽ അഗ്രി ചെയ്യാം ഒരു ടേംസിന്. എക്സ്പ്രസ് ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് വഴി വേണമെങ്കിൽ റിസ്ക് പാസസ് പ്രൈമ ഫേഷി വിത്ത് പ്രോപ്പർട്ടി എന്നുള്ള ആ ഒരു കണ്ടീഷനെ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ഡിലേ ഇൻ ഡെലിവറി ഓഫ് ഗുഡ്സ്, ട്രേഡ് കസ്റ്റംസ് ആൻഡ് എക്സ്പ്രസ് അഗ്രിമെന്റ്. പിന്നെ ഡിലേ ഇൻ ഡെലിവറി എഴുതിയിരിക്കുന്നത് ഡിലേ ഇൻ ഡെലിവറി ഓഫ് ഗുഡ്സ്. പിന്നെ ട്രേഡ് കസ്റ്റം എന്ന് പറഞ്ഞാൽ ചില ട്രേഡില്, അതാണ് ട്രേഡ് ഓർ കസ്റ്റം അല്ല, ട്രേഡ് കസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രേഡിനൊരു കസ്റ്റം ഉണ്ടാവും, ആ കസ്റ്റം ഫോളോ ചെയ്യണം. അങ്ങനെ ഉണ്ട്. അത് ചില ഗുഡ്സിന്റെ ട്രേഡിന്, അതായത് ദിസ് ഇസ് അപ്ലിക്കബിൾ ഫോർ സർട്ടൺ ഗുഡ്സ്. ചില ഗുഡ്സിന്റെ ട്രേഡിൽ ഒരു കസ്റ്റം ഫോളോ ചെയ്യുന്നതുണ്ടെങ്കിൽ ആ കസ്റ്റം തന്നെ ഫോളോ ചെയ്യണം. അതിനൊരു കേസിൽ ഒരു എക്സാമ്പിൾ ഉണ്ട്. പിന്നെ മൂന്നാമത്തത് എക്സ്പ്രസ് അഗ്രിമെന്റ്. നാലാമത്തത് എന്തായിരുന്നു, പ്രോപ്പർട്ടി മാറിയെങ്കിലും റിസ്ക് മാറാത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ
or buyer acts as bailey. Seller or buyer acts as bailey for the goods. അങ്ങനത്തെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ bailey for the goods, ആ ഒരു സമയത്ത് റിസ്ക് പാസ്സാവില്ല. അപ്പം അത് ഇതിന് സെക്ഷൻ 151 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് അത് പറയണം. ഹി മസ്റ്റ് an ordinary prudent man എടുക്കുന്ന കെയർ അണ്ടർ സിമിലർ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ സെയിം ബൾക്ക് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇയാളും എടുക്കണം. അതും ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള കണ്ട ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. affect the duties and liabilities of either seller or buyer as a bailey of the goods of the other party. ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും അതിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ മൂന്ന് എക്സെപ്ഷൻസ് കൂടെ നോക്കി അത് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഡിലേ ഇൻ ഡെലിവറി ഓഫ് ഗുഡ്സ് ആദ്യം നോക്കാം. ഡിലേ ഇൻ ഡെലിവറി ഓഫ് ഗുഡ്സിൽ ഇത് ആ വേറെ ആക്ട് നിന്ന് കോപ്പി ചെയ്തിരിക്കുക. ഇനി കേസിലോ എഴുതുക. എന്താ എഴുതണ്ടേ? ഡംബി ഹാമിൽട്ടൺ ആൻഡ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് മാർട്ടൺ എൻഡവർ വൈൻസ് ലിമിറ്റഡ്. ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം? ഒരു പ്ലെയിൻറ്റിഫ് ഉണ്ട്, ഡിഫെൻഡന്റ്. ഇവിടെ സെല്ലറാണ് പ്ലെയിൻറ്റിഫ്, ഡിഫെൻഡന്റ് ബയർ. ഓക്കെ, ഇവിടെ എന്താ ഉണ്ടായത്? ദ ഡിഫെൻഡന്റ് കോൺട്രാക്റ്റഡ് ടു ബൈ of the plain 30 ton of apple juice. The contract and the 30 tons of apple juice. 30 ton apple juice നുള്ള കോൺട്രാക്റ്റ് ആണ്. ഇവർ തമ്മിൽ കോൺട്രാക്ട് സൈൻ ചെയ്തു. ഇനി ഡെലിവറി എങ്ങനെയാണ് ചെയ്യേണ്ടത്? വീക്കിലി ട്രക്ക് ലോഡിൽ ചെയ്യണം. പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്തു? എല്ലാ ആപ്പിൾസും ദേ ഹാഡ് ഫോർ ദ സീസൺ, അവർക്ക് ആ സീസണിൽ കിട്ടിയ എല്ലാ ആപ്പിൾസും ക്രഷ് ചെയ്തു. എന്നിട്ട് ഇതെല്ലാം കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി. എന്നിട്ട് കാസ്കിൽ ഒഴിച്ചു വെച്ചു. ടു ഇനേബിൾ ദം ടു പെർഫോം ദ കോൺട്രാക്ട്. 30 ടണ്ണിനാണ് കോൺട്രാക്ട് വന്നിരിക്കുന്നത്. അയാളുടെ അടുത്തുള്ള എല്ലാ ആപ്പിളും, ആ സീസണിലുള്ള എല്ലാ ആപ്പിളും ക്രഷ് ചെയ്ത് ജ്യൂസാക്കി കാസ്കിൽ സേവ് ചെയ്ത് വെച്ചു. എന്തിനു? ടു ഇനേബിൾ ദം ടു പെർഫോം ദ കോൺട്രാക്ട്. ഡെലിവറി വുഡ് ഹാവ് ബീൻ കംപ്ലീറ്റ്. ഫെബ്രുവരി 1946 ഡെലിവറി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു നോർമൽ കോഴ്സിൽ. പക്ഷെ ബയർ റിക്വസ്റ്റ് ചെയ്തു ദാറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞു ബയർ. അതുകൊണ്ട് ഡിലേ വരികയാണ്. അപ്പോൾ ദ പാർട്ടി ഇൻ ഫോൾട്ട്, അയാൾ ആ ഫോൾട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അയാൾ നഷ്ടം വരില്ലായിരുന്നു. ദേ വുഡ് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ദേ ടുക്ക്. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ കുറച്ച് ഡെലിവറി അവരെടുത്തു, കുറച്ച് സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോയി. സബ്സിക്വൻ്റ്ലി അവർ അത് എടുക്കാനേ വന്നില്ല. അവരെടുക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ജ്യൂസ് ഇപ്പോഴും കിടക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ ദെയർ ഓർഡേഴ്സ്. നവംബറായി, ഇപ്പോഴും അവരെ സെല്ലറിന്റെ ഗോഡൌണിൽ തന്നെ കിടക്കുകയാണ്. നവംബർ ആയപ്പോൾ മുഴുവൻ ഡിറ്റീരിയോറേറ്റ് ചെയ്തു പോയി. ഇറ്റ് വാസ് ടു ഒബ്വിയസ്ലി ഹെൽഡ് ബൈ ദ കോർട്ട്. കോടതി പറഞ്ഞു ഇൻ ദ സർക്കംസ്റ്റാൻസസ് ലോസ് ഫെൽ അപ്പോൺ ദ ബയർ. ഓക്കെ, ഇത് ബയറിന്റെ അടുത്താണ് നഷ്ടം. അതല്ലെങ്കിലും പ്രോപ്പർട്ടി പാസ്സായിട്ട് തന്നെ ഉണ്ടാവും. ക്രഷ് ഡെലിവറി ചെയ്ത് പ്രോപ്പർട്ടി പാസ്സായിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എനിവേ ഇയാളിത് എടുത്തോണ്ട് പോകുന്നില്ല. അപ്പോൾ എടുത്തോണ്ട് പോവാതെ ഇരുന്നിട്ട് ഇത് സെല്ലറിന്റെ ഗോഡൌണിലിരുന്നത് ഡിറ്റീരിയോറേറ്റ് ചെയ്തു. അപ്പോൾ കോർട്ട് പറഞ്ഞു ഇത് സെല്ലറിന്റെ ഫോൾട്ടാണ്, അയാൾ ഡിലേ ചെയ്തു ഡെലിവറി. സോ ദ ലോസ് ഫെൽ അപ്പോൺ ദ ബയർ. ഓക്കെ, അതാണ് ഫസ്റ്റ് എക്സെപ്ഷൻ. അതാണ് നമ്മളിവിടെ എഴുതിയ ഫസ്റ്റ് എക്സെപ്ഷൻ. അതിൽ ആ കേസ് എഴുതുക, ആപ്പിൾ ജ്യൂസ് കേസ്. ഡിലേ ഗോട്ട് ഡിറ്റീരിയോറേറ്റ്. അടുത്തത് ഏതെങ്കിലും പെർട്ടിക്കുലർ ഗുഡ്സിന്റെ ട്രേഡിൽ ഒരു കസ്റ്റം ഉണ്ടെങ്കിൽ ആ കസ്റ്റം ഫോളോ ചെയ്യണം. അതിന് മുമ്പ് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെയിൽ ഓൺ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സെയിൽ ഓൺ അപ്രൂവൽ നമ്മൾ വിട്ടുപോയ സെക്ഷനിലുള്ളത്, അത് പഠിക്കുക. ഓൺ അപ്രൂവൽ, സെയിൽ ഓൺ അപ്രൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പം അതാണ് ഒരു സാധനം. ഇപ്പം ഞാൻ വേറൊരാളും തമ്മിൽ സെയിൽ ഓഫ് അപ്രൂവൽ ആണെങ്കിൽ ഞാൻ ആ സാധനം അയാൾക്ക് അയച്ചു കൊടുക്കും. അയാൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മേടിക്കും, എന്നിട്ട് പൈസ തരും. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സാധനം തിരിച്ചു തരും. അതാണ് ഓൺ അപ്രൂവൽ. അയാൾക്ക് അത് അപ്രൂവൽ ആയി തോന്നുകയാണ്, അയാൾക്ക് അത് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ അയാൾ ആ പ്രോപ്പർട്ടി എടുക്കും, ആ സാധനം അയാൾ എടുക്കും, എടുത്തിട്ട് എനിക്ക് പൈസ അയച്ചു തരും. അയാൾക്കത് അപ്രൂവൽ അല്ല, അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ അത് തിരിച്ചയക്കും. അതാണ് സെയിൽ ഓൺ അപ്രൂവൽ. അങ്ങനത്തെ ഒരു കേസ്, ഒരു ട്രേഡ് കസ്റ്റം. അതിന്റെ കേസിലോ എഴുതേണ്ടത് ബെവിങ്ടൺ വേഴ്സസ് ഡെയ്ൽ. ഇതിന്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്യിക്കാൻ പറ്റും. ജനറലി സെപ്പറേറ്റ് ചെയ്യില്ല, പക്ഷെ ഇവിടെ റിസ്ക്കും പ്രോപ്പർട്ടിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യിക്കാം. എങ്ങനെ? ബൈ എ ട്രേഡ് കസ്റ്റം. അതായത് ഫർ, ഇത് രോമമാണിത്. ഈ ഫറിന്റെ ട്രേഡില് ഒരു certain furs were delivered to a buyer on approval. ഓൺ അപ്രൂവൽ ആണ് ഇവിടെ
കേസ് ഡെലിവറി നടന്നത്. അപ്പൊ ഈ ഫറിന്റെ ട്രേഡ് നടക്കുമ്പോൾ അതിലൊരു കസ്റ്റം ഉണ്ട്. ബൈ എ കസ്റ്റം ഓഫ് ദ ഫർ ട്രേഡ്. ഇത് എങ്ങനെ ഇവിടെ നടന്നത്? ഓൺ അപ്രൂവൽ ആണ്. അപ്പൊ ഫർ മറ്റേയാൾക്ക് അയച്ചു കൊടുത്തു. അയാൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അയാൾ കീപ്പ് ചെയ്യും, എന്നിട്ട് പൈസ അയച്ചു തരും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ തിരിച്ചു തരും. അപ്പൊ അതിനൊരു ടൈമും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഒരു ടൈം ഓഫ് അപ്രൂവൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ഓൺ അപ്രൂവൽ ആണ്, ഇത് ഒരുമിച്ച് വായിക്കുക. അതായത് ഓൺ അപ്രൂവൽ ആണ് ഇവിടെ ഈ ഫറിന്റെ ഡെലിവറി നടന്നത്. അപ്പൊ അതിനൊരു ടൈം ഓഫ് അപ്രൂവൽ ഉണ്ടാവും. അതായത് ഇപ്പം ഈ ഫർ അയാൾക്ക് അയച്ചു കൊടുക്കും ഓൺ അപ്രൂവൽ, എന്നിട്ട് പറയും വേണമെങ്കിൽ November 30 ഒരു ഡേറ്റും പറഞ്ഞിട്ടുണ്ടാവും. ഈ സമയത്തിന്റെ ഉള്ളിൽ അയാൾ തിരിച്ചയക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അത് അയാളുടെ അടുത്ത് തന്നെ അയാളുടെ അടുത്തത് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളത് നോക്കിയിട്ട് അയാൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ അയാളത് കീപ്പ് ചെയ്യും, എന്നിട്ട് പൈസ തിരിച്ചു തരും. പൈസ തരും. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ തിരിച്ചു തരണം. പക്ഷെ അതിനൊരു ടൈം ഓഫ് അപ്രൂവൽ ഉണ്ട്. അതായത് ഇപ്പൊ November 30 ആണ് പറഞ്ഞെങ്കിൽ അതിന്റെ മുമ്പ് അയാൾ അയക്കണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ടൈം ഓഫ് അപ്രൂവൽ. അപ്പൊ ഈ certain furs were delivered to a buyer on approval. Okay. By a custom of fur trade, the goods were at the risk of the person ordering them on approval. അപ്പൊ ഈ കസ്റ്റം എന്താ പറയുന്നത്? കസ്റ്റം പറയുന്നത് എന്താ? ഗുഡ്സ് ആരാ റിസ്കിലാണ്? പേഴ്സൺ ഓർഡറിങ് ദം ഓൺ അപ്രൂവൽ. അപ്പൊ ആരെടുത്താണ് ഇവിടെ റിസ്ക്? ബയറിന്റെ അടുത്താണ്. ഗുഡ്സ് ബയർ ആണ് ഇവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് ഓൺ അപ്രൂവൽ. അപ്പം ദേ വർ സ്റ്റോളൺ ബിഫോർ ദ ടൈം ഓഫ് അപ്രൂവൽ എക്സ്പയർ. അപ്പൊ ഇത് ആരോ കട്ടോണ്ട് പോയി. ഈ ഫർ മുഴുവൻ കട്ടോണ്ട് പോയി ബിഫോർ ദ ടൈം ഓഫ് അപ്രൂവൽ എക്സ്പയർ. അപ്പൊ ഈ ടൈം ഓഫ് അപ്രൂവൽ എക്സ്പയർ ചെയ്യുന്നവരെ ഈ ഫർ ട്രേഡിലെ കസ്റ്റം പ്രകാരം ആരെ റിസ്കിലാണ് ഇതിരിക്കുന്നത്? ശരിക്കും ഇത് പ്രോപ്പർട്ടി മാറിയിട്ടുണ്ടോ? പ്രോപ്പർട്ടി മാറിയിട്ടില്ല. ബിക്ക് കുറച്ച് ഫർ അയച്ചു കൊടുത്തു, എങ്ങനെ? ഓൺ അപ്രൂവൽ. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചയക്കാം. അതിനൊരു ടൈം പറഞ്ഞിട്ടുണ്ട്, ടൈം ഓഫ് അപ്രൂവലും ഉണ്ട്. അപ്പം ഈ ടൈം ഓഫ് അപ്രൂവൽ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഇത് കട്ടുകൊണ്ട് പോയി. അപ്പൊ ശരിക്ക് ഈ ഒരു കസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ, ഈ ട്രേഡ് കസ്റ്റം ഇല്ലായിരുന്നുവെങ്കിൽ റിസ്ക് ആരെ? പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ആരെടുത്ത്? അയ്യന്റെ അടുത്താണ്. അല്ലെങ്കിൽ അയാൾ എടുക്കണം, അയാൾ അപ്രൂവ് ചെയ്ത് പൈസ അയച്ചു കൊടുക്കണം. അത് ചെയ്യാത്തിടത്തോളം സമയം വരെ ടൈം ഓഫ് അപ്രൂവലിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഓണർഷിപ്പ് അയ്യന്റെ അടുത്താണ്. അപ്പൊ റിസ്ക് ആരെടുത്ത്? അയ്യന്റെ അടുത്താണ്. പക്ഷെ ഈ ഫർ ട്രേഡിൽ ഒരു കസ്റ്റം ഉണ്ട്. ആ കസ്റ്റം എന്താ? ആരാണോ ഇത് ഓർഡർ ചെയ്യുന്നത് ഓൺ അപ്രൂവൽ അയാളുടെ റിസ്കിലാണ്. അപ്പൊ ഇത് ടൈം ഓഫ് അപ്രൂവൽ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോളൺ ആയി. അപ്പൊ ലോസ് ആരുടെ അടുത്തായിരിക്കും? ബയറിന്റെ അടുത്ത്. ഓൾദോ ദ പ്രോപ്പർട്ടി ഹാസ് നോട്ട് യെറ്റ് ട്രാൻസ്ഫേർഡ്. ഇവിടെ പ്രോപ്പർട്ടി മാറിയിട്ടില്ല. ഓൾദോ ദ പ്രോപ്പർട്ടി ഹാസ് നോട്ട് യെറ്റ് പാസ്ഡ് ടു ഹിം, ദ ലോസ് ഫെൽ അപ്പോൺ ദ ബയർ. ഓക്കെ, അതാണ് ട്രേഡ് കസ്റ്റം. അത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്ത മൂന്നാമത്തത് എക്സ്പ്രസ് എഗ്രിമെന്റ്. എന്താണ് എക്സ്പ്രസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എക്സ്പ്രസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കേസ് നമ്മുടെ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് അൺലെസ് അതർവൈസ് അഗ്രീഡ്. നമുക്ക് ഈ ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ടുള്ള റിസ്ക് ഓൾവേസ് പാസസ് വിത്ത് പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ വെച്ച് മാറ്റാം. അങ്ങനെ എക്സ്പ്രസ് ആയിട്ട് അഗ്രി ചെയ്തേണ്ട ഒരു കേസ് ഉണ്ട്. തേർഡ്ലി, എപ്പോഴൊക്കെ സെപ്പറേറ്റ് ചെയ്യാന്നാ പറയുന്നത്? ആദ്യം എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? ഡിലേ ഇൻ ഡെലിവറി കാരണം. രണ്ടാമത് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം? കസ്റ്റം ട്രേഡ്. തേർഡ്ലി എങ്ങനെ റിസ്ക്കും പ്രോപ്പർട്ടി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും? അഗ്രിമെന്റ് ഓഫ് ദ പാർട്ടീസ്. ഓക്കെ, ഇതൊന്നും നീ നോക്കണ്ട. ഇത് ഈ കേസിൽ എഴുതുക. കൺസോളിഡേറ്റഡ് കോഫി ലിമിറ്റഡ് വേഴ്സസ് കോഫി ബോർഡ്. ഇതിന്റെ അകത്ത് എന്താ? ഒരു ഓപ്ഷൻ ആണ്. ഓപ്ഷൻ ഓഫ് കോഫി പൗഡറിന്റെ ഓപ്ഷൻ ആണ്. അപ്പം റിസ്ക് ആൻഡ് ടേം മേ ബി സെപ്പറേറ്റഡ് ബൈ എ ടേം ഓഫ് ദ കോൺട്രാക്ട്. കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് അങ്ങ് എഴുതി ചേർത്താൽ മതി. അപ്പൊ പിന്നെ സെക്ഷൻ 26ന്റെ എക്സെപ്ഷനിൽ വന്നോളും. ഓക്കെ, അപ്പോൾ ഇതിനുള്ളൊരു എക്സാമ്പിൾ ആണ് സുപ്രീം കോർട്ടിന്റെ ഡിസിഷൻ ആണ്. കൺസോളിഡേറ്റഡ് കോഫി ലിമിറ്റഡ് വേഴ്സസ് കോഫി ബോർഡ് 1980 കേസാണ്. അപ്പൊ ഇതില് ഒരു ടേംസ് എന്തായിരുന്നു അതിന്റെ അകത്ത്? വൺ ഓഫ് ദ ടേംസ് അഡോപ്റ്റഡ് ബൈ ദ കോഫി ബോർഡ് ഫോർ ഓപ്ഷൻ ഓഫ് കോഫി വാസ് ദാറ്റ് ഓപ്ഷൻ ആണല്ലോ. ഓപ്ഷൻ എങ്ങനെയാണ് സംഭവം എന്നറിയോ? ഒരു
ഹാമർ എടുത്ത് അടിക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കോഫി ബോർഡിൻ്റെ ഇതിൽ വാസ് എ പ്രോപ്പർട്ടി ഇൻ ദ കോഫി നോക്ക്ഡ് ഡൗൺ ടു എ ബിഡർ. ഇത് നോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓപ്ഷൻ സെയിൽ അങ്ങനെ ഈ സാധനം ടച്ചിന് അടിച്ച് കഴിയുമ്പോൾ പ്രോപ്പർട്ടി പാസ്സാവും. അപ്പോൾ ദാറ്റ് ദ പ്രോപ്പർട്ടി ഇൻ ദ കോഫി. അപ്പോൾ അവരിങ്ങനെ പല പല പ്രൈസ് പറയുമല്ലോ, ആ പ്രൈസ് ഹയസ്റ്റ് ഇത് വരുമ്പോൾ അത് ഓക്കെ ആവും. അത് നോക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പർട്ടി പാസ്സാവും. ഇൻ ദ കോഫി നോക്ക് ഡൗൺ ടു എ ബിഡർ വുഡ് നോട്ട് പാസ്. പ്രോപ്പർട്ടി വുഡ് നോട്ട് പാസ് until the payment of full price, and in the meantime the goods will remain with the seller but at the risk and responsibility of the buyer. അതെന്താ ഇവിടെ വ്യക്തമായിട്ട് എഴുതി ചേർത്തത്? പ്രോപ്പർട്ടി വുഡ് നോട്ട് പാസ്, പ്രോപ്പർട്ടി പാസ് ചെയ്യില്ല എന്ന്, അതായത് ഓണർഷിപ്പ് പോകുന്നില്ല, പ്രോപ്പർട്ടി വുഡ് നോട്ട് പാസ് until the payment of full price. മുഴുവൻ പൈസ തരാതെ പ്രോപ്പർട്ടി, അതായത് ഓണർഷിപ്പ് നിങ്ങൾക്ക് ബയറിലേക്ക് പാസ് ആവില്ല എന്ന് പറഞ്ഞു. ഈ നോക്ക് ഡൗൺ ചെയ്തു, ഓക്കെ, പ്രോപ്പർട്ടി നോക്ക് ഡൗൺ ചെയ്ത പ്രോപ്പർട്ടി നോക്ക് ഡൗൺ ചെയ്തതിന്റെ ശേഷം അതിന്റെ ഓണർഷിപ്പ് പാസ്സാവില്ല. ഓണർഷിപ്പ് പാസ്സാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആരെടുത്താണ്? ഓണർഷിപ്പ് പാസ്സാവില്ല എന്ന് പറഞ്ഞു എഴുതി ചേർത്തു. ഓണർഷിപ്പ് ആരെടുത്താണോ അയാളെടുത്തല്ലേ റിസ്ക്. അപ്പോൾ ഓണർഷിപ്പ് ശരിക്കും ആരെടുത്ത? സെല്ലറിന്റെ അടുത്ത്. അപ്പോൾ റിസ്ക് അയാളെടുത്തല്ലേ വേണ്ടത്. പക്ഷെ അയാൾ എഴുതി ദ ഗുഡ്സ് വുഡ് റിമെയിൻ വിത്ത് ദ സെല്ലർ. ഗുഡ്സ് അയാളെടുത്തിരിക്കുകയാണ്, ബട്ട് അറ്റ് ദ റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബയർ. ദ ക്ലോസ് വാസ് റിഗാർഡഡ് വാലിഡ് ആസ് ഇൻഫെക്റ്റീവ്. അല്ലേ? ഒരു കണക്കിന് അത് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസ്ക് പ്രൈമ ഫേസി പാസസ് വിത്ത് പ്രോപ്പർട്ടി മാതിരി അല്ല. അതായത് ഇവിടെ നോക്ക് ഡൗൺ ചെയ്തു, ആ ഹാമർ എടുത്ത് അടിച്ചപ്പം സെയിൽ നടക്കുകയാണ്. അപ്പം ശരിക്ക് ഈ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ശരിക്കും ഇത് അടിച്ചു കഴിയുമ്പോൾ ഓണർഷിപ്പ് ബയറിന് പാസ്സാവണം. ബയറിന് പാസ്സാവുമ്പോൾ റിസ്ക്കും ബയറിൻ്റെ അടുത്തേക്ക് പോകും. അപ്പൊ ഇവിടെ ഇയാൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്ക് ഡൗൺ ചെയ്തെങ്കിലും ദ പ്രോപ്പർട്ടി വുഡ് നോട്ട് പാസ്. നിങ്ങൾക്ക് ഓണർഷിപ്പ് വരില്ല. അപ്പോൾ പക്ഷെ ഗുഡ്സ് എൻ്റെ അടുത്തിരിക്കും. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പാസ്സാവില്ല, ഗുഡ്സ് എൻ്റെ അടുത്തിരിക്കും. അപ്പൊ പ്രോപ്പർട്ടി പാസ്സാവണമെങ്കിൽ എന്താവണം? ഫുൾ പേയ്മെന്റ് ഓഫ് ദ പ്രൈസ്. അതൊരു കണ്ടീഷൻ പുറമേന്ന് എഴുതി ചേർക്കുന്നതാണ് അയാൾ. അൺടിൽ ദ പേയ്മെന്റ് ഓഫ് ഫുൾ പ്രൈസ്. പ്രോപ്പർട്ടി വുഡ് നോട്ട് പാസ് അൺടിൽ ദ ഫുൾ പേയ്മെന്റ് ഓഫ് ഫുൾ പ്രൈസ്. നിങ്ങൾ ഫുൾ പ്രൈസ് പേ ചെയ്യുന്ന വരെ പ്രോപ്പർട്ടി പാസ്സാവില്ല. അപ്പൊ പ്രോപ്പർട്ടി പാസ്സാവില്ല എന്ന് എഴുതി ചേർക്കുക. പ്രോപ്പർട്ടി പാസ്സാവില്ലെങ്കിൽ റിസ്ക് ആരെടുത്താ? സെല്ലറിന്റെ അടുത്ത്. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഇൻ ദ മീൻ ടൈം ഗുഡ്സ് വിൽ റിമെയിൻ വിത്ത് ദ സെല്ലർ but at the risk and responsibility of the buyer. ഓക്കെ, അങ്ങനെയുള്ള ഒരു ക്ലോസ് വാലിഡ് ആൻഡ് എഫക്റ്റീവ് ആണെന്ന് കോടതി പറഞ്ഞു. ബിക്കോസ് നമുക്ക് ഇത് എക്സ്പ്രസ് ടേം ഓഫ് ദ കോൺട്രാക്ട് വഴി അങ്ങനെ എഴുതി ചേർക്കാം. അപ്പൊ ഇതൊരു ടേം ഓഫ് ദ കോൺട്രാക്ട് ആയിരുന്നു. വൺ ഓഫ് ദ ടേംസ് അഡോപ്റ്റഡ് ബൈ ദ കോഫി ബോർഡ് ഫോർ ഓപ്ഷൻ ഓഫ് കോഫി വാസ് ദാറ്റ്. ഒരു ടേം അവരുടെ കോൺട്രാക്ട് എഴുതി ചേർത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഇൻ ദ കോഫി നോക്ക് ഡൗൺ ടു എ ബിഡർ വുഡ് നോട്ട് പാസ്. അതായത് ഒരു ഓപ്ഷൻ സെയിലിൽ നോക്ക് ഡൗൺ ചെയ്ത ഒരു പ്രോപ്പർട്ടി ഫുൾ പ്രൈസിന്റെ പേയ്മെന്റ് തരാതെ പ്രോപ്പർട്ടി പാസ്സാവില്ല. ആൻഡ് ഇൻ ദ മീൻ ടൈം അങ്ങനെ പ്രോപ്പർട്ടി പാസ്സായില്ലെങ്കിലും ദ ഗുഡ് വുഡ് റിമെയിൻ അറ്റ് ദ സെല്ലർ. അങ്ങനെ പ്രോപ്പർട്ടി പാസ്സായില്ല, ഓണർഷിപ്പ് മാറിയില്ലെങ്കിലും ഗുഡ്സ് സെല്ലറിന്റെ അടുത്ത് തന്നെ ഇരിക്കും. ഗുഡ്സ് സെല്ലറിന്റെ അടുത്താണ് ഇരിക്കുന്നതെങ്കിലും റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബയറിന്റെ അടുത്തായിരിക്കും. ഗുഡ്സ് സെല്ലറിന്റെ അടുത്തിരിക്കും, റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബയറിന്റെ അടുത്തായിരിക്കും. ഓണർഷിപ്പ് ആരെടുത്താണ്? സെല്ലറിന്റെ അടുത്താണ്. അപ്പൊ ഓണർഷിപ്പ് സെല്ലറിന്റെ അടുത്ത്, ഗുഡ്സ് സെല്ലറിന്റെ അടുത്ത്, റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബയറിന്റെ അടുത്ത്. അത് മനസ്സിലാക്കണം, അത് പ്രത്യേകം എഴുതി ചേർത്തത്. ഇത് ഏതുവരെ? പ്രൈസ് കിട്ടുന്നവരെ. ഫുൾ പ്രൈസ് കിട്ടിക്കഴിയുമ്പോൾ അപ്പോൾ ഓണർഷിപ്പ് മാറും. അപ്പോൾ ഓണർഷിപ്പ് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിസ്ക്കും മറ്റേ അടുത്തേക്ക് പോയി. മനസ്സിലായില്ലേ? അപ്പൊ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു പദമാണത്. ഗുഡ്സ് സെല്ലറിന്റെ അടുത്തിരിക്കും, പൈസ തരുന്നവരെ ഓണർഷിപ്പും അയാളുടെ അടുത്ത് തന്നെ ഇരിക്കും, പക്ഷെ റിസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റി ബയറിന്റെ അടുത്താണ്. ഈ കേസിലോ എഴുതുക. ഓക്കെ, ഇനി ഒരു സിഫ് കോൺട്രാക്ട്. ഇപ്പൊ നമ്മൾ FOR കോൺട്രാക്ട് പറഞ്ഞല്ലോ, അതേമാതിരി വേറൊരു കോൺട്രാക്ട് ആണ് സിഫ് കോൺട്രാക്ട്, കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് കോൺട്രാക്ട്. കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് കോൺട്രാക്ടില് ഈ കൺഫോമിറ്റി വിത്ത് ദ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ഇസ് സിനെ ക്വാ നോൺ ഫോർ ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റി. അപ്പം അതൊരു ഈ സിഫ് കോൺട്രാക്റ്റിൽ ചില ടേംസ് ഉണ്ട്. അപ്പം ഈ സെല്ലറിന്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ആവണമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിന്റെ
ടേംസ് അത് അതായിട്ടുള്ള ഒരു കൺഫോമിറ്റി സിനിക്വാനോൺ. സിനിക്വാനോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലാറ്റിൻ വേർഡ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ. അതില്ലാതെ പറ്റില്ല. സിനിക്വാനോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ആ കോൺട്രാക്ടിന്റെ ടേംസ് ആയിട്ട് കൺഫേം ചെയ്യുക എന്നുള്ളത് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. എന്തിന്? സെല്ലറിന്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഇനി വൺസ് ദ ടേംസ് ആർ ബ്രീച്ച്ഡ് ബൈ ദ സെല്ലർ, അതിൽ ഏതെങ്കിലും ഒരു ടേം സെല്ലർ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് അയാളുടെ തന്നെ റിസ്കിൽ വരും. സാധാരണ സ്വിഫ്റ്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നമുക്കൊരു സ്വിഫ് വഴി അയക്കണം. ഇപ്പൊ ലണ്ടനിൽ നിന്ന് ബോംബെയിലേക്ക് അയക്കണം എന്നൊക്കെ, മുംബൈ. അപ്പൊ ഇത് ഇവിടുന്ന് കയറ്റി കഴിഞ്ഞ സ്വിഫ് കോൺട്രാക്ട് ശരിക്കും ഇത് ലോഡ് ചെയ്ത് കഴിയുമ്പോഴേ, ഷിപ്പിൽ ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സെല്ലറിന്റെ റെസ്പോൺസിബിലിറ്റി തീരെയാണ്. പക്ഷെ ആ സ്വിഫിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ടേംസ് ആയിട്ടുള്ള കൺഫോമിറ്റി സിനിക്വാനോൺ, ഇറ്റ് ഈസ് എസെൻഷ്യൽ. അത് ഏതെങ്കിലും അയാൾ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ അടുത്ത് തന്നെ ആ റിസ്ക് വരും. അതാണ് വൺസ് ദ ടേംസ് ആർ ബ്രീച്ച്ഡ് ബൈ ദ സെല്ലർ ഗുഡ്സ് കണ്ടിന്യൂ ടു ബി അറ്റ് ഹിസ് റിസ്ക്. ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ടേം ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലറിന്റെ റിസ്ക് തന്നെ ഗുഡ്സ് ഇരിക്കും. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഷിപ്മെന്റ് ഓഫ് ദ ഗുഡ്സ് ഓർ ഹാൻഡിങ് ഓവർ ദ, അങ്ങനത്തെ ഒരു ഇതില് ഗുഡ്സ് ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാലോ, ഗുഡ്സ് ഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ, ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ബാങ്ക് വഴി ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താലോ ചെയ്തത് കൊണ്ടൊന്നും ഓണർഷിപ്പ് ഇങ്ങോട്ടേക്ക് മാറില്ല. ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ത്രൂ ബാങ്കിങ് ചാനൽ ഡസ് നോട്ട് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ടു ദ ബയർ. ഓക്കെ, അതുകൊണ്ടൊന്നും ബയറിന്റെ അടുത്തേക്ക് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് മാറില്ല. ഒറ്റ കാര്യമുള്ളൂ, സ്വിഫ്റ്റ് കോൺട്രാക്ട് ആണോ കോൺട്രാക്ടിന്റെ ടേംസ് കൺഫേം ചെയ്യണം. ദാറ്റ്സ് എ സിനിക്വാനോൺ. അതായത് ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ എലിമെന്റ്. എന്തിന്? സെല്ലറിന്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതിൽ ഏതെങ്കിലും ഒരു ടേംസ് ആയിട്ട് ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് സെല്ലറിന്റെ റിസ്ക് തന്നെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ സെല്ലർ അതിന്റെ ലോസ് ബെയർ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഗുഡ്സ് ഷിപ്പ് ചെയ്തത് കൊണ്ടോ ഷിപ്പിംഗ് ഡോക്യുമെന്റ്സ് ബാങ്കിങ് ചാനൽ വഴി ബയറിന് ഹാൻഡ് ഓവർ ചെയ്തത് കൊണ്ടോ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ്, അതായത് ഓണർഷിപ്പ് ബയറിന് മാറില്ല. ഓണർഷിപ്പ് മാറുമ്പോൾ റിസ്ക് മാറുന്നതാണല്ലോ, പക്ഷെ അങ്ങനെ മാറില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് സംഭവം. ഏതപ്പോൾ റിസ്ക് ആൻഡ് ട്രാൻസ്ഫർ സെക്ഷൻ 26 ഇവിടെ കഴിഞ്ഞു. അപ്പോൾ സെക്ഷൻ 26 ആദ്യം മനസ്സിലാക്കേണ്ടത് ജനറൽ പ്രൊവിഷൻ ഉണ്ട്. ജനറൽ പ്രൊവിഷൻ റിസ്ക് പ്രൈമ ഫേഷ്യൽ പാസസ് വിത്ത് പ്രോപ്പർട്ടി മാറുമ്പോൾ റിസ്ക് മാറും. രണ്ട് കേസ് ലോസ് എഴുതുക. ഒന്ന് ഈ വൈറ്റ് സ്പിരിറ്റ് അവിടെ കണ്ട് ഡിറ്റീരിയോറേറ്റ് ചെയ്തത്, സ്റ്റേൺസ് ലിമിറ്റഡ് വേഴ്സസ് വിക്കേഴ്സ്, അത് എഴുതുക. രണ്ടാമത് 1500 ടെന്റ് അയച്ചു കൊടുത്തു ഫ്രീ ഓൺ റെയിൽ, പക്ഷെ ഗവൺമെന്റ് ബയറിന്റെ അടുത്തെത്തിയപ്പോൾ 224 ആയി. കോടതി പറഞ്ഞു റിസ്ക് പാസസ് വിത്ത് പ്രോപ്പർട്ടി. ഇത് റെയിലിന്റെ ഗുഡ്സിലേക്ക് കയറ്റി വെച്ചപ്പോഴേക്ക് ഓണർഷിപ്പ് പാസ്സായി. ഇനി അതിന് എക്സെപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഡിലേ ഇൻ ഡെലിവറി, ആപ്പിൾ ജ്യൂസിന്റെ കേസ് എഴുതുക. അയാളെല്ലാം ക്രഷ് ചെയ്ത് അയാളുടെ ഗോഡൌണിൽ വെച്ചും മറ്റേ ആൾ എടുക്കുന്നില്ല. അത് ഡെംബി ഹാമിൽട്ടൺ ആൻഡ് കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ബാർഡൻ. ഇനി ട്രേഡ് കസ്റ്റം, ഫറിന്റെ ഇത് എഴുതുക. ഫറിന്റെ ട്രേഡിലെ കസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണോ ഇത് ഓൺ അപ്രൂവൽ ആവശ്യപ്പെട്ടത് അയാളുടെ റിസ്കിലാണ് ഗുഡ്സ് ഇരിക്കുക. അപ്പോൾ ടൈം ഓഫ് അപ്രൂവൽ എക്സ്പയർ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോളൻ ആയിപ്പോയി. അപ്പം ഈ ഇതിന്റെ ലോസ് ബയറിന്റെ അടുത്ത് വന്നു. പിന്നെ എക്സ്പ്രസ് എഗ്രിമെന്റിന് നമുക്ക് റിസ്ക് ആൻഡ് പ്രോപ്പർട്ടി ജനറലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എക്സ്പ്രസ് ആയിട്ട് കോൺട്രാക്ട് ടേംസ് എഴുതി ചേർത്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള എക്സാമ്പിൾ ആണ് കൺസോളിഡേറ്റഡ് കോഫി ലിമിറ്റഡ് വേഴ്സസ് കോഫി ബോർഡ്. ഓക്കെ, അതിൽ ഇവർ പറഞ്ഞു നോക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ മുഴുവൻ പൈസ തരാതെ പ്രോപ്പർട്ടി നിങ്ങളുടെ അടുത്തേക്ക് മാറില്ല, അതായത് ഓണർഷിപ്പ് നിങ്ങളുടെ അടുത്ത് മാറില്ല. അത് മാത്രമല്ല, ഓണർഷിപ്പ് നിങ്ങളുടെ അടുത്തേക്ക് മാറില്ല, ഓണർഷിപ്പ് നമ്മുടെ അടുത്തിരിക്കും, ഗുഡ്സും നമ്മുടെ അടുത്തിരിക്കും, പക്ഷെ റിസ്ക്കും റെസ്പോൺസിബിലിറ്റിയും ബയറിന്റെ അടുത്തായിരിക്കും. അങ്ങനെ പറഞ്ഞെങ്കിലും കോടതി അത് അംഗീകരിച്ചു. അതാണ് അതിലെ രസം. കോർട്ട് ദ ക്ലോസ് വാസ് റിഗാർഡഡ് ആസ് വാലിഡ് ആൻഡ് എഫക്റ്റീവ്. കാരണം എന്താ, അത് ഒരിക്കലും ആർഗ്യ ചെയ്യാൻ പറ്റില്ല. റിസ്ക് പ്രൈമ ഫേഷ്യൽ പാസസ് വിത്ത് പ്രോപ്പർട്ടി എന്നൊന്നും കോടതി പോയി ആർഗ്യ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആക്ട് ഇറ്റ്സെൽഫ് സേസ് that risk and property may be separated by an express term of the contract unless otherwise agreed എന്ന് പറഞ്ഞാൽ അതൊരു അഗ്രിമെന്റ് ഉണ്ടെങ്കിൽ പാർട്ടീസിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം ചെയ്യാം. പിന്നെ സ്വിഫ്റ്റ് കോൺട്രാക്റ്റില് കൺഫോമിറ്റി ഓഫ് ദ സെല്ലർ വിത്ത് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കോൺട്രാക്ട് ഇസ് എ സിനി ക്വാ നോൺ. അതൊരു എസെൻഷ്യൽ എലമെന്റ് ആണ്. അപ്പോൾ അത് ഏതെങ്കിലും ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് സെല്ലറിന്റെ അടുത്ത് തന്നെയാണ്. ഗുഡ്സ് അയച്ചത് ഷിപ്പ് ചെയ്തത് കൊണ്ടോ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ അങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തത് കൊണ്ടൊന്നും ഓണർഷിപ്പ് ബയറിന്റെ അടുത്തേക്ക് മാറില്ല. അതാണ് സെക്ഷൻ 26. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ 26 എന്ന് പറയുന്നത് ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ. അത് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനത് എടുത്തത്. അത് ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?